പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇതുപോലൊരു ട്രാൻസിഷൻ വീഡിയോ എടുക്കണമെന്നുള്ളത്. അത് ഏത് രീതി അല്ലെങ്കിൽ എങ്ങനത്തെ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് തന്നെയായിരുന്നല്ലോ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ ഈ 9 മാസത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ടൊരു വീഡിയോ എടുക്കണമെന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഓരോ മാസവും ഇങ്ങനെ ഓർമ്മിച്ച് ഇതേപോലെ ഓരോ ക്ലിപ്പുകൾ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ 6-ാം മാസത്തിലത് ഇങ്ങനെയായിരുന്നു. ഓരോ മാസം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ വയറും എൻ്റെ ശരീരവും അതിനനുസരിച്ച് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ 9 മാസം വരെ ഉള്ളത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുഞ്ഞാവ് വന്നതിന് ശേഷം ഇടയ്ക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണമായിരുന്നു. അപ്പോഴാണ് ഞാൻ ലാസ്റ്റിലത്തെ ആ ഒരു ക്ലിപ്പ് എടുത്തത് കേട്ടോ. ദേവുന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ ഫോട്ടോസ് വെച്ചിട്ടാണ് ഇതുപോലെ ട്രാൻസിഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ നമ്മളിങ്ങനെ വീഡിയോ പോലെ ആക്കിയിട്ട് അങ്ങനെയാട്ടോ ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മൾ എപ്പോഴും വീഡിയോസൊക്കെ എടുക്കണോണ്ട് എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. വേറെയും കുറേ ഐഡിയാസ് ഉണ്ട് കേട്ടോ, ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി ട്രാൻസിഷൻ ആയിട്ടുള്ളത് എടുത്തിട്ടില്ല. അതിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം എടുക്കാനുള്ളത്. പിന്നെ ഇതാണ് ലാസ്റ്റിൽ നമ്മളെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയണത്. അപ്പോൾ കുറേ പേര് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഈ വീഡിയോ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 1 മില്യൺ ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രാൻസിഷൻ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഫൈനൽ ഇങ്ങനെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് പറയട്ടോ, കമൻറ്റ് ചെയ്യണേ.